Hello guys, this is me Gautam and you guys are watching my YouTube channel Dream Rover. ഞാനിപ്പോൾ ഉള്ളത് യു കെയിലെ സൗത്ത് ആംപ്ടൺ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ചെറിയ സിറ്റിയാണ്. സത്യം പറയുകയാണെങ്കിൽ ഇത് ഞങ്ങളുടെ ഷിപ്പിൻ്റെ ഹോം പോർട്ടാണ്. അതായത് ഇവിടെ വെച്ചിട്ടാണ് നമ്മളെ ഓരോ പുതിയ ക്രൂസും സ്റ്റാർട്ട് ചെയ്യുക. അതായത് നമ്മൾ പാസഞ്ചേഴ്സിനെ കയറ്റും, എന്നിട്ട് ഇവിടെ വെച്ച് കയറ്റും, എന്നിട്ട് ലൊക്കേഷനിലൊക്കെ പോയി കറങ്ങി വന്നിട്ട് തിരിച്ച് ഇവിടെ നിന്ന് തന്നെ ഇറക്കും. അതായത് ഹോം പോർട്ട് അവിടെയാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. അപ്പം ഇവിടെയുള്ള ചെറിയ ചെറിയ മാളുകളും എനിക്ക് ഇവിടുത്തെ സ്ഥലങ്ങളൊക്കെ ഭയങ്കര പരിചയമാണ്. കാരണം ഞാൻ പറഞ്ഞല്ലോ ഞങ്ങൾ ഹോം പോർട്ടാണ്. അതുകൊണ്ട് സത്യം പറയാൻ വെച്ചാൽ ഇവിടുത്തെ സ്ഥലങ്ങളൊക്കെ ആയിരിക്കും ഞാൻ ഈ വീഡിയോയിലും കൂടെ കാണിച്ചു തരിക. അതിലുപരി എൻ്റെ ഒരു സാധാരണ ഒരു ഡേ ടു ഡേ ലൈഫായിരിക്കും കേട്ടത്. അപ്പം വീഡിയോ മുഴുവൻ കാണാൻ ഇഷ്ടപ്പെടുന്നതായിരിക്കും. ഗൈസ്, ഞങ്ങളെ പോർട്ടിൻ്റെ തൊട്ടടുത്ത് തന്നെയായിട്ട് ഒരു ഹുണ്ടായിൻ്റെ ഒരു ഷോറൂം ഉണ്ട്. അപ്പോൾ നമ്മൾ കേട്ടിരിക്കുന്നല്ലോ, നമ്മൾ യു കെയിലൊക്കെ വർക്ക് ചെയ്യുന്നവർക്ക് കാറൊക്കെ എടുക്കാനൊക്കെ ഭയങ്കര എളുപ്പമായിരിക്കും. നാട്ടിൽ എടുക്കുന്ന അത്ര ചിലവുണ്ടാവില്ല എന്നൊക്കെ കേട്ടിട്ടുണ്ട്. കാരണം നമ്മളെ നാട്ടിൽ ടാക്സൊക്കെ കാരണം. ഞാൻ ജസ്റ്റ് ഇതിൻ്റെ പ്രൈസൊക്കെ ഒന്ന് കാണിച്ചു തരാം, ഈ വണ്ടിയും ആ വണ്ടീൻ്റെ പ്രൈസും. ഓക്കെ, ഒരു റൗണ്ട് ഫിഗർ പറയുകയാണ്, എക്സാക്ട് ഫിഗർ അല്ല. ഏകദേശം ഒരു 1000 പൗണ്ട് എന്ന് വെച്ചാൽ ഒരു 1 ലക്ഷത്തിൻ്റെ അടുത്തൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇതുണ്ട്, ഇതിനിപ്പോൾ 29,000, ഏകദേശം ഒരു 30 ലക്ഷത്തിനടുത്തുള്ള വണ്ടിയൊക്കെയാണിത്. ശരിക്കും പറയുകയാണെങ്കിൽ ഇത് 30 ലക്ഷം, ഇവിടെ 30 ലക്ഷത്തിന് ഈ ഒരു വണ്ടിയാണോ കിട്ടുകയെന്ന് വെച്ചാൽ ഇവിടെയുള്ള 30 ലക്ഷം ഉണ്ടാക്കാനുള്ള, നാട്ടിലൊരു 30 ലക്ഷം ഉണ്ടാക്കാനുള്ള കഷ്ടപ്പാട് ചിലപ്പോൾ ഇവിടെ ഉണ്ടാവില്ല. അതുകൊണ്ടായിരിക്കും ഇതിനൊക്കെ ഇത്രയും വില എന്നാണ് എനിക്ക് തോന്നുന്നത്. ഗൈസ്, ഹുണ്ടായിൻ്റെ ഒക്കെ ഇങ്ങനത്തെ ഒരു SUV നമ്മളെ നാട്ടിലൊന്നും കണ്ടിട്ടേ ഇല്ല. ഒരു റേഞ്ച് റോവറൊക്കെ മാതിരിയുണ്ട്. നമ്മളെ നാട്ടിൽ ഒരു ചെറിയൊരു പെർസെൻറ്റേജ് മാത്രമേ കേട്ടോ ഇവരെ കാറൊക്കെ ഇറക്കുന്നുള്ളൂ. ഈ ഒരു കാറൊക്കെ നോക്കി, ഇങ്ങനത്തെ ഒരു കാറൊന്നും എന്തെങ്കിലും നാളെ നമ്മളെ നാട്ടിലും ഹുണ്ടായി കാറൊക്കെ ഇറക്കുമായിരിക്കും അല്ലേ. ഗൈസ്, ഇവിടെ എങ്ങനെയാണെന്ന് വെച്ചാൽ ഇതങ്ങനെ അധികം തിരക്കുള്ളൊരു ഏരിയ അല്ല. അപ്പം നമ്മളെ സിഗ്നൽ എങ്ങനെയാണെന്ന് വെച്ചാൽ ഫുള്ളി ഓട്ടോമാറ്റിക്കലല്ല. നമ്മൾ ഇവിടെ ഒരു ബട്ടൺ ഉണ്ടാവും, അത് ജസ്റ്റ് പ്രസ് ചെയ്താലാണ് ആ ഒരു ടൈമിങ് സ്റ്റാർട്ട് ചെയ്യുക. അതിനുശേഷം കുറച്ച് നേരം കഴിഞ്ഞാലാണ് നമ്മൾ 0 ലൈനിലൂടെ റോഡ് ക്രോസ് ചെയ്യേണ്ടത്. ഷിപ്പിൽ വർക്ക് ചെയ്യണമെന്ന് ആഗ്രഹമുള്ളവർ അറിഞ്ഞിരിക്കേണ്ട ഒരു കമ്പനിയാണിത്, കാർണിവൽ എന്ന് പറഞ്ഞിട്ട്. അതായത് നമ്മളെ ലോകത്തുള്ള ഒരു വലിയ ശതമാനത്തോളം ഷിപ്പുകൾ മൊത്തം ഈ ഒരു കാർണിവൽ കോർപ്പറേഷൻ്റെ കീഴിലാണ് വരിക. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ക്രൂസ് ഷിപ്പ് ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ കാർണിവൽ എന്നുള്ള പേര് അറിഞ്ഞു വെച്ചിരിക്കുന്നത് വളരെ നല്ലതായിരിക്കും. ഇപ്പോൾ മുംബൈയിലൊക്കെ ആയിട്ട് ഒരുപാട് റിക്രൂട്ടിംഗ് ഏജൻസി ഉണ്ട് കാർണിവലിലേക്ക് റിക്രൂട്ട് ചെയ്യുന്ന. ഗൈസ്, ഈ ഒരു സംഭവം കണ്ടോ, ഇത് ഇവിടുത്തെ പണ്ട് ആർമിക്കൊക്കെ വേണ്ടിയുള്ള ഡിഫൻസിന് വേണ്ടി ഉണ്ടാക്കിയാണെന്നാണ് പറഞ്ഞത്. ഇതിപ്പം ഗേറ്റ് മാത്രമേ കാണുന്നുള്ളെങ്കിലും ഈ വാളിൻ്റെ ബാക്കിയുള്ള സൈഡൊക്കെ അവിടെയൊക്കെ കുറച്ചൊക്കെ ഉണ്ടാവും. യു കെയിൽ ശരിക്കും സിം എന്ന് പറഞ്ഞ സംഭവമേ ഇല്ല. പക്ഷേ അവരുടെ കൾച്ചറിൻ്റെ ഭാഗമായിട്ട് എല്ലായിടത്തും നമുക്ക് ഈ ഒരു സിംഹത്തിൻ്റെ സ്റ്റാച്യു കാണാം. ഗൈസ്, ഞാൻ പറഞ്ഞ മാതിരി ഇത് ഇന്ന് എൻ്റെ ഒരു ഡേ ടു ഡേ ലൈഫിലെ കാഴ്ചകളിലേക്ക് ഞാൻ കാണിച്ചു തരാം. എനിക്ക് കുറച്ച് ഷോപ്പിംഗ് ഒക്കെ ചെയ്യാനുണ്ട്. ഞാനിപ്പോൾ ഉള്ളത് സൗത്ത് ആംപ്ടണിലെ മെയിൻ സ്ട്രീറ്റിലാണ്. അപ്പോൾ ആ സ്ട്രീറ്റിൻ്റെ കാഴ്ചകളൊക്കെ കാണിച്ചു തരാം. എനിക്ക് തോന്നുന്നത് പ്രൈമാർക്ക് എന്ന് വെച്ചാൽ ഇന്ത്യയിലുള്ള സ്റ്റുഡിയോ മാരിയാന്നാണ്. കാരണം എല്ലാവർക്കും എഫോർഡബിൾ ആയിട്ടുള്ള ഐറ്റംസാണ് ഇവിടെ കൂടുതലുള്ളത്. അതിന് ഏറ്റവും വലിയ കാരണം എന്താണെന്ന് വെച്ചാൽ ഇതാണ്. ഇവിടെയുള്ള പ്രൊഡക്റ്റിൻ്റെ അകത്ത് 60% ബംഗ്ലാദേശിൽ നിന്ന് ഉണ്ടാക്കിയതാണ്, ഒരു 20% ഇന്ത്യയിൽ നിന്ന് ഉണ്ടാക്കിയതുണ്ട് കേട്ടോ. ഇതൊക്കെ ഇന്ത്യയിൽ നിന്ന് ഉണ്ടാക്കിയതാണ്. ഇന്ത്യ ബംഗ്ലാദേശ് അങ്ങനെ തന്നെയാണ് അധിക സംഭവം ഉള്ളത്. ചിലതൊക്കെ ടർക്കിയിൽ നിന്ന് ഉണ്ടാക്കിയതുണ്ട്. ഞാൻ കാര്യമായിട്ട് എന്തോ പറയുന്നുണ്ടല്ലേ, വേറെ ഒന്നുമല്ല. ഇവിടുത്തെ ഫിറ്റിംഗ് റൂം ഉണ്ടല്ലോ, അത് മിക്സാണ്. അത് ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും ഒന്ന് തന്നെയാണ്. ഞാൻ എന്തോ ഒരു ഭാഗ്യം കൊണ്ട് ഫോണും എടുത്ത് അകത്തേക്ക് കയറിയില്ല, അല്ലെങ്കിൽ തല്ല് കിട്ടിയേനെ. തല്ല് കൊണ്ട് വൈറലാവേണ്ട ആവശ്യമൊന്നും ഇപ്പോൾ എനിക്കില്ല. ഈ ഒരു സിസ്റ്റം കണ്ടോ, ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ കാറാണ്, ജസ്റ്റ് സ്കാൻ ചെയ്താൽ നമുക്ക് യൂസ് ചെയ്യാം. ഈ ഒരു കാറും ഉണ്ട്, കുറച്ചും കൂടി ലക്ഷറി ആയിട്ടുള്ള ഈ ഒരു കാറും ഉണ്ട്. കണ്ടോ, ഇതിന് മാസത്തേക്ക് ആകെ 239 പൗണ്ടേ ഉള്ളൂ. എന്ന് വെച്ചാൽ നാട്ടിലത്തെ ഒരു എത്ര ഉണ്ടാവും, ഒരു 25,000 27,000 ഒക്കെ ഉണ്ടാവുള്ളൂ ഒരു മാസത്തേക്ക് ഈ ഒരു കാറിന് റെൻറ്റിന്.
ഈ കാറിന് എത്ര റെൻറ്റിന് ഉണ്ടാവുമെന്ന് ഞാൻ സ്കാൻ ചെയ്തിട്ട് പറഞ്ഞുതരാം കേട്ടോ. ഈ ഒരു കാറിന് ഞാൻ സ്കാൻ ചെയ്ത് നോക്കിയപ്പോൾ 600 പൗണ്ടാണ് ഒരു മാസത്തേക്ക് കാണിക്കുന്നത്. പ്ലസ് ടാക്സ് ഉണ്ടാവും കേട്ടോ. അപ്പോൾ 600 പൗണ്ട് എന്ന് വെച്ചാൽ ഏകദേശം ഒരു 60,000-70,000 ഒക്കെ ആണ് ഉണ്ടാവുക. അപ്പോൾ അത്രയും പൈസ ഉണ്ടെങ്കിൽ ഒരു മാസത്തേക്ക് ഒരു കാർ ഇവിടെ റെൻറ്റിന് എടുക്കാം. ഒരു അടിപൊളി സംഭവം കണ്ടേ, റെവല്യൂഷൻ അഗെയിൻസ്റ്റ് ദ ബില്യണേഴ്സ്, കമ്മ്യൂണിസ്റ്റ്. ഇവിടുത്തെ ആൾക്കാർക്ക് ആർക്കെങ്കിലും കമ്മ്യൂണിസ്റ്റ് ചേരണം എന്നുണ്ടെങ്കിൽ ഇവിടെ വന്നിട്ട് ചേരാവുന്നതാണ്. ഞാനിപ്പോൾ ഇവിടെ ഉള്ളൊരു പാർക്കിലാണ്. അടിപൊളിയല്ലേ. ഇവിടെ ഒരു മഴയൊക്കെ പെയ്തിട്ട് ഇപ്പൊ അടിപൊളി വൈബാട്ടോ. നല്ലൊരു തണുപ്പൊക്കെ ആയിട്ട് നല്ലൊരു ഭംഗിയുള്ള ഭയങ്കര കാമൻ ക്വയറ്റുള്ള ഒരു പാർക്ക്. ഇതൊരു മെമ്മോറിയൽ സ്റ്റാച്ചു ആട്ടോ. അതിന്റെ മേലെ ഫുള്ള് ഇങ്ങനെ ചെറിയ ചെറിയ പേരൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ദെയർ നെയിം ലിവ്ഡ് ഫോർ എവർ മോർ എന്ന് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. നല്ല ഭംഗിയില്ലേ കാണാൻ. ഞങ്ങളിപ്പം ദോശയ്ക്ക് വേണ്ടിയുള്ള ഒരു അലച്ചിലാണ്. ഈ അടുത്ത് എല്ലാവരും കാണിച്ചിട്ടുണ്ട്. ദോശ കിട്ടാൻ വേണ്ടിയുള്ള നടത്തലാണ്. എവിടെ ഒരു ഇന്ത്യൻ റെസ്റ്റോറൻറ്റ് ഉണ്ട്. അപ്പോൾ അവിടെ പോയി ദോശ കിട്ടുന്നുള്ള പ്രതീക്ഷയിലാണ് ഞങ്ങളെല്ലാവരും നടന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ നടന്ന് വന്നതിന് ശേഷം 2 മാസത്തിന് ശേഷം ഇപ്പോഴാണ് ഒരു ദോശ കൈകൊണ്ട് കിട്ടി. ഓഹോ, അപ്പം ശരി, കഴിച്ചിട്ട് ബാക്കി പറയാം. പ്ലെയിൻ ദോശ 5 പൗണ്ട് 500 രൂപ. ചീസ് മസാല ദോശ 750 രൂപ. You want now or afterwards? No? ഈ ഒരു സിസ്റ്റം കണ്ടോ, ഇത് ഡസ്റ്റ്ബിൻ ആണ്. ഇത് എല്ലാ കോർണറിലും ഉണ്ട്. സത്യം പറയുകയാണെന്ന് വെച്ചാൽ വൈ ആർ യു ഡ്രോപ്പിംഗ് യുവർ ലീറ്റർ എന്ന് വെച്ചാൽ എല്ലാ വേസ്റ്റ് ഐറ്റംസും പേപ്പർ ക്യാൻ എല്ലാം പെടും. ഇത് നമ്മൾ ഏത് ആംഗിളിൽ നോക്കിയാലും എല്ലായിടത്തും ഉണ്ടാവും. ഇവിടെ സത്യം പറയാ വെച്ചാൽ ഭയങ്കര നീറ്റായി നിൽക്കുന്നതിൻ്റെ വലിയൊരു പാട്ട് ഈ ഡസ്റ്റ്ബിന്ന് എല്ലാ കോർണറിലും വെച്ചതുകൊണ്ട് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. നേരത്തെ പറഞ്ഞില്ലായിരുന്നോ ആ ഒരു ഗേറ്റിൻ്റെ വാർഡ് നമുക്ക് കുറച്ച് സൈഡിലേക്ക് പോയാലും ഇങ്ങനെ കാണാമെന്ന്. അത് ഇതാണ്. ഇതൊക്കെ പഴയത് ഉണ്ടാക്കിയതാണ്. അത് ജസ്റ്റ് ഇപ്പോഴും അതേമാതിരി മെയിൻറ്റെയിൻ ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പം നേരത്തെ കാണിച്ച ഗേറ്റില്ലേ, അവിടെ ഗേറ്റ് മാത്രമേ ഉള്ളൂ എങ്കിലും ഇവിടെ ബാക്കിയുള്ള മതിലൊക്കെ ഇവിടെ ഇങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ. ഗൈസ്, അങ്ങനെ വയറ് നിറച്ച് ഫുഡും കഴിച്ച് ഹാപ്പിയാണ്. ഈ ഒരു ചെറിയ വീഡിയോ ഇവിടെ വെച്ച് അവസാനിക്കുകയാണ്. ചില ടെക്നിക്കൽ കാരണം കൊണ്ട് എനിക്ക് ഓഡിയോ ചില സമയത്ത് കംപ്ലീറ്റ് കട്ടാവുന്നുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ മഴ ആയതുകൊണ്ട് മൈക്ക് ഓഫായി. പിന്നെ ഞാൻ ഈ മൈക്ക് സ്റ്റാർട്ട് ചെയ്ത് വരുന്നേ ഉള്ളൂ. അതുകൊണ്ട് ചില പോയിന്റിൽ റെക്കോർഡ് വിചാരിച്ച മാതിരി റെക്കോർഡായില്ല. അതുകൊണ്ടാണ് ആ ഒരു ചെറിയൊരു ടെക്നിക്കൽ എറർ വന്നത്. സോറി. അടുത്തൊരു വീഡിയോയിൽ ഈ ഒരു ഇഷ്യൂ ഉണ്ടാവാതിരിക്കാൻ വേണ്ടി നോക്കിക്കൊണ്ട്. അപ്പം എന്നാലും എൻ്റെ ഈ ഒരു ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അടുത്തൊരു വീഡിയോയിൽ ഇനിയും കാണുന്നവരെ ദിസ് ഈസ് മീ ഗൗതം രാജ് സൈനിങ് ഓഫ്.